തെരഞ്ഞെടുത്ത വിഷയം ഒരു വിഷയത്തിന്റെ അറ്റത്തിലേക്ക് എത്താത്തത് കൊണ്ട് ഞാൻ മിനിറ്റുകൾ ചുരുക്കിക്കൊണ്ട് വോയിസ് വിടുകയാണ്. അപ്പൊ ക്ഷമിക്കണം എല്ലാവരും. ഇത് തീർക്കണം, നമുക്കൊരു മാസത്തിന്റെ ഉള്ളിലായിട്ട് കഠിനനെ പ്രധാനപ്പെട്ടെടുത്ത് തീർക്കണം. ഇനി നോക്കൂ, മഹദിയോട് പറഞ്ഞ എന്താ, കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവോട് കാവൽ ചോദിക്കണം കുട്ടിയെന്നാ. അത് ചോദിക്കണം. അസൂയാലുക്കളുണ്ട്, ഓലെ ദാസു സംഭവിക്കരുത്. അതിന് മാതൃക ഞമ്മക്കും നമ്മളെ കുട്ടികളെയും അങ്ങനെയൊക്കെ ചെയ്യണല്ലോ. അപ്പൊ തുമ്മ അംഖലനി അത്താദനത്ത് വിലാദത്തി അത്താനി വഖാലി ഖൂലി ഉഈദുഹു ബിൽ വാഹിദി മിൻ ശദ്ദി കുല്ലി ഹാസിദ്. അങ്ങനെ വരുന്ന ആള് പിന്നെ വഴുകി. പിന്നെ എനിക്ക് പ്രസവിക്കേണ്ട ടൈമായപ്പോൾ ആ ടൈമിനോട് അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതാ സമയമായിട്ടുണ്ട്, ഞാൻ കുട്ടിയെ പ്രസവിക്കുമ്പോൾ എന്ത് വേണം, ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു ഈ കുട്ടിയെ, ആശിദീങ്ങളായ എല്ലാ ആൾക്കാരുടെ ഷെറിനെ തൊട്ട് എന്ന് പറഞ്ഞു. സുമ്മക്കാല സമ്മീഹി മുഹമ്മദ. പിന്നീട് എന്നോട് അദ്ദേഹം പറഞ്ഞത് കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് വെക്കുകയും വേണം എന്നാണ്. ഏകദേശം പ്രസവത്തിന്റെ സമയമായി. മഹദിക്ക് പ്രസവത്തിന്റെ സമയമായപ്പോൾ മഹദിക്ക് അല്ലാഹു തആല കാണിച്ചു കൊടുത്ത 3 ചിഹ്നങ്ങളാണ്, 3 കൊടികളാണ്. വറഅത്ത് സലാസത്ത അലാമിൻ മൻസൂബാത്തിൻ അലമൻ ബിൽ മശ്രിഖി വ അലമൻ ബിൽ മഗ്രിബി വ അലമൻ അലാ ലഹ്റിൽ കഅബ. ഇതൊക്കെ ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്, കെട്ടുകഥകളല്ല, മെനഞ്ഞുണ്ടാക്കിയതല്ല, നോവലല്ല. മഹദി 3 കൊടികൾ 3 ഭാഗത്ത് കണ്ടു. ഒന്ന് കിഴക്കിന്റെ ഭാഗത്ത്, മറ്റൊന്ന് പടിഞ്ഞാറ് ഭാഗത്ത്, മറ്റൊന്ന് കഅബയുടെ മുകളിൽ. അങ്ങനെ ലോകത്തിന്റെ ആകലോക നേതാവാണ് ഈ വരുന്നത്. ആ നേതാവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ നാൽക്കാലികളും ലോകങ്ങളും ചമഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. ആ നേതാവിന് ഗർഭം ചുമന്നതും ഈ മഹദിയാണ്. അപ്പൊ ആ വരവ് എന്തായിരിക്കും? അതുകൊണ്ട് തന്നെയല്ലേ അതിനെ വർണ്ണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹംസയുടെ മുസന്നി പാടിയത്, യൗമനാലത്ത് ബിവളിഹി ബിനതു വഹബിൻ മിൻ ബഖാരിം മാലം തനിൽഹു നിസാഉ. ലോകത്തൊരു പെണ്ണുങ്ങൾക്കും ലഭിക്കാത്ത നേട്ടങ്ങളും പവറുകളുമാണ് വഹബിന്റെ പുത്രിയായിരിക്കുന്ന ആമിന ബീബി മഹാനാ നബിയെ പ്രസവിക്കൽ കൊണ്ട് നേടിയെടുത്തതും അടുത്തതും. വഅതത് ഖൗമഹാ ബിഅഫ്ളല മിമ്മാ ഹമലത് ഖബല മറിയമുൽ അദ്റാഉ. ഭർത്താവില്ലാതെ ഈസാ നബി അലൈഹിസ്സലാമിനെ കന്യകയായ മറിയം ബീവി മഹാത്ഭുതമായി അല്ലാഹു തആല സൃഷ്ടിച്ച് ഗർഭം ചുമന്ന മറിയം ബീവി, ആ മറിയം ബീവിനേക്കാളും മുത്തുനബി തങ്ങളുടെ ഉമ്മ തന്റെ സമുദായത്തിലേക്ക് ഏറ്റവും ഉന്നത മഹദിയായിട്ടാ വന്നത് എന്ന് ഹംസിയുടെ മുസന്നിഫ് പാടുന്നു. അത് നബിനെ വർണ്ണിച്ചു വെച്ച് പാടിയതാണ്. നോക്കൂ, ഇനി നോക്കൂ, നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത് നബിന്റെ വരവിന് സമയമാവുന്നതിന് മുമ്പ് ഒരുപാട് സന്തോഷങ്ങൾ അറിയിച്ചിട്ടുണ്ട്, ഒരുപാട് സന്തോഷ വാർത്തകൾ നൽകിയിട്ടുണ്ട്. ആ സന്തോഷ വാർത്തയ്ക്ക് നമുക്ക് അറിയേണ്ടതാണ്, പഠിക്കണം നമ്മള്. അതിന് ഒരു 7 കാര്യങ്ങളായിട്ട് നമുക്കിവിടെ പറയാം. തോനൊന്നുമില്ല, 7 അല്ല, 4-5 കാര്യം. ഈ 5 കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ജാഅത്തിൽ ബിശാറത്തു ബി കുതുബില്ലാഹി തആല വ സുന്നത്തിൽ അഹ്ബാരി വൽ കുഖാനി വൽ ജാനി. ഭൂതവർഗത്തിന്റെയും ജ്യോത്സ്യന്മാരുടെയും മുൻപരിചയമുള്ള, മുൻവേദത്തിൽ നല്ല പരിചയമുള്ള പണ്ഡിതന്മാരുടെ മൊഴികൾ, അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങൾ, ഇതിലൊക്കെ ധാരാളം നബിനെ കുറിച്ചുള്ളതായ സന്തോഷ വാർത്തകളും പൊലിവുകളും വന്നിട്ടുണ്ട്. കമ ഇസ്തൗഅബഹു അഹ്ലുസ്സിയരി, ചരിത്രകാരന്മാർ അതെല്ലാം ഉൾപ്പെടുത്തിയതുപോലെ. വജമഅ അക്സറുഹു ഇബ്നു ലഫർ ഫീ കിതാബി അൽ ബിശറ ബി ഖൈറിൽ ബശർ എന്ന കിതാബിൽ ഇബ്നു ലഫർ ധാരാളം അത് ഒരുമിച്ച് കൂട്ടിയിട്ടുമുണ്ട്. അതൊക്കെ ഇവിടെ കൊണ്ടുവരുന്നില്ല. അതിൽ നിന്നൊക്കെ തെരഞ്ഞെടുത്തിട്ട് പ്രധാനപ്പെട്ട 5 പറയുകയാണ്. സറഹുൽ അംസിയ. ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നമ്മൾ സർവ്വരാരും പോകുന്ന ആയത്താണ്. ലോകത്തിന് അനുഗ്രഹമായിട്ട് ആ നബിതങ്ങൾ വന്നിട്ടുള്ളത് പറയാറുണ്ട്. അതിനെ എവിടെയും പറയാനുള്ളത് ഇത് സന്തോഷ വാർത്തയാണ്. ലോകത്തിന് മുഴുക്കെ, ആലമ എന്ന് പറഞ്ഞാൽ അല്ലാത്ത എല്ലാ ലോകത്തിനും അനുഗ്രഹമായിക്കൊണ്ടാണ് നബിയെ അങ്ങേ നമ്മൾ അയച്ചിട്ടുള്ളത് എന്നാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നു ഒരു അശരീരി. ആ അശരീരി എന്താ പറയുന്നറിയാമോ?
ഹജൂൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചൊരു അസീതി കേൾക്കുകയുണ്ടായി. അവിടെ വെച്ചിട്ട് പറയുന്നു മിനന്നാസി അഞ്ചബത്ത് വലാ വലദത്ത് ഉൻസാ മിനന്നാസി വാഹിദ കമാ വലദത്ത് സുഹൈറിയ ദാതു മഫ്ഖരിൻ മുജന്നബത്തുൻ ദൗമൽ ഖബായിലി മാജിദാ. അതാണ് പാട്ട്. എന്ത്? മനുഷ്യവർഗത്തിൽപ്പെട്ടതായിരിക്കുന്ന ഒരു സ്ത്രീയും ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടില്ല, ഒരാളും പ്രസവിച്ചിട്ടുമില്ല. ഏതുപോലെ സുഹരിയ ഗോത്രക്കാരിയായ ആമിന ബീവി നല്ല പവറുടവളായ ഗോത്രത്തിലെ എല്ലാ ആക്ഷേപങ്ങൾക്കും വിധേയമാവാതെ അതെല്ലാം ദൂരീകരിക്കപ്പെട്ട വളർന്നു വന്ന സുന്ദരവതിയായ വനിതയായ ആമിന ബീവി ആ മഹദി പ്രസവിച്ചതുപോലെ ഒരു കുഞ്ഞിനെ ലോകത്താരും പ്രസവിച്ചിട്ടില്ല എന്ന് ഞാൻ സത്യം ചെയ്ത് പറയുന്ന ആ ശരീരം കേട്ടത്. ഇതാളില്ലാത്ത ശബ്ദമാണ്. ഇതൊന്ന്. ഇനി വേറൊന്നുകൂടി ഉണ്ട്. ഇതുപോലെ 3 വെയ്ത്ത് ഉണ്ടായിരുന്നു ഒരു അശരീ ശബ്ദം. സവാദ് ബിൻ ഖാരിബ് എന്ന് പറയുന്ന ആളാ ദൗസി ഗോത്രക്കാരനോപരി മൂപ്പർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതം അടുത്ത് വന്നു. ഇസ്ലാം മതം സ്വീകരിച്ചു, നല്ല സുന്ദരനായി ജീവിച്ചു. എന്നിട്ട് നബിയോട് പറയുന്നു, നബിയെ ഞാൻ സ്വപ്നം കാണുകയുണ്ടായി. അയാൾ വന്നിട്ട് 3 പദ്യം എനിക്ക് ചൊല്ലിത്തന്നു. ഈ സംഭവം ഒരു രാത്രിയല്ല, തുടരെ 3 രാത്രി സംഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 3 പദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സവാദ് ബിൻ ഖാരിബ് എന്ന് പറയുന്ന മഹാൻ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. ആ 3 പദ്യങ്ങളിൽ സ്വപ്നം കണ്ട 3 പദ്യങ്ങളുള്ളത് എന്താ അറിയോ? ഹസ്സു സവാദ് ബിൻ ഖാരിബ് അൽ മജീ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനാ നബിന്റെ അടുത്തേക്ക് സവാദ് ബിൻ ഖാരിബ് വരണം എന്നൊരു പ്രേരണ അതിലുണ്ട്. പിന്നെ വൽ ഈമാൻ ബിഹി, നബിനെ കൊണ്ട് വിശ്വസിക്കുക, അലിം മദിഹി, നബിനെ വളരെ പുകഴ്ത്തി പറയുക എന്നതിലേക്കൊരു പ്രേരണ ആ 3 ബൈത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇതൊരു സംഭവമാണ്. ഇത് ഈ നബി വരുന്നതിന് മുമ്പുള്ളതായ ഒരു സന്തോഷമാണ്. ഈ 3-മത്തെ ഒരു കാര്യം ആലോചിച്ച് നോക്കാം നമുക്ക്. വറവൽ ഹാക്കിമു അൻ ആയിഷത റളിയല്ലാഹു തആല അൻഹ, ഹാക്കിം തങ്ങൾ ആയിഷ ബിവിയെ തൊട്ട് നിവേദനം, അന്നഹു കാന ബി മക്കത്ത യഹൂദിയൻ, മക്കത്തൊരു ജൂതനുണ്ടായിരുന്നു. ആ ജൂതൻ ഫസഹ ലൈലത്ത വിലാദത്തിഹി, റസൂലുള്ളാഹിക്ക് ജന്മം നൽകിയ രാത്രിയാണ്. ആ രാത്രി അങ്ങോട്ട് അട്ടാസിച്ച് വിളിച്ചു പറയുന്നു, യാഹില മക്ക, മക്കക്കാരെ, ഹൽ ഉലിദ ഫീക്കുമുൽ ലൈല മൗലൂദിനും, ഇന്ന് ഈ രാത്രിയിൽ നിങ്ങളിൽ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകപ്പെട്ടിട്ടുണ്ടോ എന്ന് അവിടെയുള്ള ആൾക്കാരോട് ചോദിക്കുകയാണ്. ഈ ജൂതനായ മനുഷ്യനത് അറിയാം. ഖാലു ലാ നഅലമുഹു, അപ്പൊ മക്കക്കാര് പറയേ ഇല്ല, അങ്ങനെ സംഭവം നടന്ന ഞങ്ങൾക്ക് അറിവില്ലല്ലോ പറഞ്ഞു. ഒരു മഹാത്ഭുതമായിട്ട് ഒരു കുട്ടി ഇല്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല പറഞ്ഞു. ഖാല, അപ്പൊ ഈ ജൂതൻ പറയുന്നു, വലിദ ആദിഹിൽ ലൈലത്ത നബിയു ആദിഹിൽ ഉമ്മ അൽ അഖീർ, അവസാനം വരുന്ന സമുദായമല്ല ഈ സമുദായം, ഇനി സമുദായം ഇല്ല, ഇതോടുകൂടി ഈ സമുദായം തീരും. ഇങ്ങനെ അവസാന സമുദായത്തിന്റെ ഒരു പ്രവാചകൻ ഇന്നേതിനെ ഈ രാത്രിയിൽ പ്രസവിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ആണയിട്ടുകൊണ്ട് തറപ്പിച്ച് ആ ജൂതൻ പറയുന്നു. മക്കക്കാരും അറിഞ്ഞിട്ടുമില്ല. അടയാളം പറയുന്നുണ്ട്, ബൈന കത്തിഫൈഹി അലാമത്തുൻ ഫീഹാ ശഅറാത്തുൻ മുതവാത്തിറാത്തുൻ, ബാക്കിൽ 2 തോളിന്റെ ഇടയിൽ ഒരു അടയാളമുണ്ട്, മുദ്രണമുണ്ട്. അവിടെ കുറച്ച് മുടിയും കാണാം, നല്ല സുന്ദരമായ മുടികൾ. അത് മഹാത്ഭുതമാണ്, അത് അടയാളമാണ്, പ്രവാചകത്വത്തിന്റെ അടയാളം. അങ്ങനെ എന്തിനു പറയുന്നു അറിയാമോ? അദ്ഖലുഹു അല ഉമ്മിഹി, ഈ സംശയം തീർക്കുവാൻ വേണ്ടി മക്കക്കാർ ഈ ജൂതനെ ആമിന റളിയല്ലാഹു അൻഹ അടുത്ത് കടത്തിവിട്ടു. എന്നിട്ടോ ഖിരിജലഹു, അങ്ങനെ ആ കുട്ടിയെ ജൂതന് വേണ്ടിയിട്ട് കുട്ടിയെ കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ കശഫ ലഹരി, ആ കൂട്ടിന്റെ പുറം ഭാഗം എന്തായി ഈ ജൂതൻ ഒന്ന് വെളിപ്പെടുത്തി നോക്കി. ഫറഅത്തിൽ കശാമ, ആ പറഞ്ഞ അടയാളം ജൂതൻ കണ്ടു. ഇത് കണ്ടപാടെ ജൂതനാ പേടിയായി. ഫഖറബ അശിയൻ അലൈ, ജൂതനാകെ ബോധം കെട്ടുകൂടും, ബോധരഹിതനായി വീട് നിലത്ത്. ഫലമ്മാ ഫാഖ, അങ്ങനെ ബോധം തെളിഞ്ഞപ്പോൾ ഖാലു, അവർ ചോദിക്കുകയാണ്, മാലക്ക വൈലക്ക്, എന്ത് പറ്റി നിനക്ക്, നീ എന്താ കുട്ടിനെ കണ്ട് ബാക്കിലേക്ക് നോക്കി ബോധം കെട്ടതെന്ന് ചോദിച്ചു. ഖാല, ആ ജൂതൻ പറഞ്ഞ മറുപടി മനസ്സിലാക്കണം.
റഹബത്തു വല്ലാഹി അന്നുബുവത്തു മിൻ ബനി ഇസ്രായീല. ഇതുവരെ നുബുവത്ത് എന്ന് പറയുന്ന ആ ഒരു സ്ഥാനം, ആ ഒരു മഹത്തായ ഒരു സ്ഥാനം, അള്ളാഹു നൽകുന്ന പദവി ഇതുവരെ ബനി ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. ഇനി ഒരിക്കലും അതുണ്ടാവുകയില്ല. പോയി ഇത് ഈ നബിയിൽ മാത്രം നിക്ഷേപിക്കപ്പെടുകയാണ്, ഇനി ഉണ്ടാവില്ല. ഇത് ഓർത്തുകൊണ്ട് ആണ് ആ ജൂതൻ ബോധം കെട്ടുവിട. നോക്കൂ, ആ ജൂതൻ പേടിച്ചു പോയി. ഓരോ സ്ഥാനം പോയി കഴിഞ്ഞിരിക്കുന്നു. അവർക്കാകെ പേടിയായി ഇപ്പോ. അപ്പൊ ആ ജൂതൻ പോലും മനസ്സിലാക്കി വെച്ചു നോക്കും, മക്കാർക്കാർക്കും അറിഞ്ഞിട്ടില്ല. ജൂതൻ പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു കുട്ടിയുടെ കഥ മനസ്സിലാക്കുന്നവർ. മുൻ വേദങ്ങളിൽ നബിനെ കുറിച്ച് അത്രത്തോളം പരാമർശിച്ചിട്ടുണ്ട്. നബിന്റെ ഗുണങ്ങൾ മുഴുവൻ അതിലുണ്ട്. ജൂതന്മാരും ക്രിസ്ത്യാനികളും അത് മാറ്റിമറിച്ചു, അവർ ഒഴിവാക്കിയിട്ടു. അതാണ് ഒരു കാഫറാവാൻ കാരണം. ഇനി നാലാമത്തെ സന്തോഷ വാർത്ത. ഇതൊക്കെ ഫുള്ള് കിതാബ് രേഖയാണ്, ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയാലോ. ഇതവ പഠിക്കേണ്ടതായതുകൊണ്ട് പ്രധാനമായി എടുത്തിട്ടതാണ്, ചർച്ച നടത്തേണ്ടതായ വിഷയം. ഹാഫിദു അബൂ സഈദ് നൈസാബൂരി മഹാൻ പറയുന്നു, അന്ന നൂറ നബിയിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലമ്മാ സ്വാറ ഇലാ അബ്ദില്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാ ഒളിവ്, ആ വെളിച്ചം അബ്ദുൽ മുത്തലിബിന്റെ മകനായ നബിന്റെ പിതാവായ അബ്ദുള്ളയിലേക്ക് നീങ്ങിയപ്പോൾ വകാന യുളിഉ ബി ഉറതിഹി, അത് മുഖത്ത് വല്ലാതെ വെളിച്ചം വീശി, മുഖത്ത് വല്ലാത്ത തെളിക്കം, നല്ല തെളിച്ചമുണ്ടായി. വയഫൂ മിൻ ഫമിഹി റായിഹത്തുൽ മിസ്ക് അൽ അദ്ഫർ, അദ്ഫർ എന്ന് പറയുന്ന മിസ്കിന്റെ വാസന അബ്ദുള്ള തങ്ങളുടെ അടിച്ചു വീശുന്നു. വകാന യസ്തസ്ഖൂന ബിഹി വയുസ്ഖൗന, അങ്ങനെ അബ്ദുള്ള തങ്ങളെ കൊണ്ടേങ്ങാണ്ട് മഴ കിട്ടാത്തുമ്പോൾ മഴയ്ക്ക് അവർ തേടിയിരുന്നു മക്കാര്. അങ്ങനെ അവർക്ക് മഴ കിട്ടുകയും ചെയ്തിരുന്നു. ഇതായിരുന്നു അബ്ദുള്ള തങ്ങൾ. അതാ നബിന്റെ വിളിയോടുണ്ട്. അപ്പൊ ആ മഹത്വം എന്തായാലും കിട്ടുമല്ലോ. അപ്പൊ അബ്ദുള്ള തങ്ങളെ മുൻനിർത്തിയുമായി ചോദിച്ചു നിർത്തം. നാമ ഫിൽ ഹിജ്ർ, അങ്ങനെ മൂപ്പർ കിടന്നുറങ്ങുകയാണ്. ഫന്തബഹ മഖ്ഹൂലം മദ്ഹൂന, എണ്ണക്കെട്ട് നല്ല കസ്തുനെ സുർമയിട്ട ആ രീതിയിൽ മൂപ്പർക്കിട്ട് ഉണർന്നു സുന്ദരനായിട്ട്. കതു കുസിയ ഹുല്ലത്തൽ ബഹാ വൽ ജമാൽ, അഴകന്റെയും ആ തെളിച്ചത്തിന്റെയും വസ്ത്രം മഹാനവറുകൾക്ക് അണിക്കപ്പെട്ടിരിക്കുകയാണ്. ഭീമൻ പാലബി ദാലിക്ക, ആരാണ് ഈ പണി എന്നെ കൊണ്ട് ചെയ്ത് എന്ന ആളിൽ മഹാൻ പരിഭ്രമിച്ചു, ആളറിയുന്നില്ല. ഫന്തലഖബി അബൂ ഇല കഹനത്തി ഖുറൈശ്, അപ്പൊ ഖുറൈശിൽപ്പെട്ട കുറെ ജ്യോത്സ്യം പണി അറിയുന്ന മാരണക്കാരൊക്കെ ഉണ്ടല്ലോ, മാരണക്കാരനെ കണക്കോക്കി പറയുന്ന ആൾക്കാർ. അങ്ങനെ ജ്യോത്സ്യന്റെ അടുത്തേക്ക് അബ്ദുൽ മുത്തലിബ് അബ്ദുള്ള തങ്ങളെ കൂട്ടിപ്പോയി. മക്കാലു, അതാണ് ഇപ്പൊ സ്വപ്നം. അപ്പൊ അവര് പറയാണ്, ജ്യോത്സ്യന്മാര് പറഞ്ഞു, ഇന്ന ഇലാഹ സമാവാത്തി അത് അതിന ലിഹാദൽ ഉലാം അയ്യതസവ്വജ, നിങ്ങൾ കരുതിയതുപോലെയല്ല, ഈ കുട്ടി കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടുണ്ട്, നിങ്ങൾ ഈ കുട്ടിനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കണം, അതിന് സമയമെടുത്തിട്ടുണ്ട്, അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് ഈ ജ്യോത്സ്യന്മാര് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പോയി. നാമ മറത്തൻ നുഖറബിൽ ഇജറ്, ഇജറിൽ പോയിട്ട് വീണ്ടും ഇതേമാര് ഉറങ്ങി. സ്വപ്നം കാണുന്നു. ഈ ചരിത്രങ്ങൾ ജ്യോത്സ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ മക്കാലു, അവര് പറയുകയാണ്, എന്ത് ലഇൻ സദഖത്ത് റുഇയാക, നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാണ് എങ്കിൽ ലയഖ്റുജന്ന മിൻ ദഹിരിക, താങ്കളുടെ മുതുകിൽ നിന്ന് പുറപ്പെടുന്നതാണ് മൻ, ഒരാള്. ആരാണ് പുറപ്പെടുന്നറിയോ? യുമിനു ബി അഹ്ലുസ്സമാവാതി വൽ അർദ്, ആകാശ ലോകത്തുള്ള എല്ലാ ആളുകളും വിശ്വസിക്കും. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കുട്ടി, ഒരാള് നിങ്ങളെ മുതുകിന്ന് പുറത്തു വരും എന്ന് അബ്ദുള്ള തങ്ങളോട് പറയുകയാണ്. ആര്? ജ്യോത്സ്യന്മാർ. വലയകൂനന്ന ഫിന്നാസി ഇൽമൻ മുബീന, അങ്ങനെ ജനങ്ങളിൽ എന്തായി തീർന്നറിയാമോ, ആ കുട്ടി നല്ലൊരു വ്യക്തമായ ഇൽമുള്ള ഒരാളായിട്ട് മാറുന്നു. അലമൻ മുബീന നീക്കാൻ തോന്നുന്നുണ്ട്. വ്യക്തമായ ഒരു അടയാളമായി ജനങ്ങളിൽ അല്ലെങ്കിൽ ഇൽമു നിറഞ്ഞതായിട്ട് കാണും എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. ഇത് നബിതങ്ങളെ പറ്റിയുള്ള ഒരു സന്തോഷ വാർത്തയാണ്. 4. അഞ്ചാമത്തത് ഹാഫിദു
ഹാഫിദ് ഹാഫിദ് പറയുന്നു അന്ന സംസമ. ഇനി വേറൊരു കഥ എന്താന്ന് ചോദിച്ചാല് നബി തങ്ങളെ പറ്റി പറയാറുണ്ട് ഇവര് ദബീഹൈൻ, നബിനെ അംഗീകരിച്ചിട്ടുണ്ട്. അറുക്കപ്പെട്ടതായിരിക്കുന്ന രണ്ടാളുടെ മകൻ എന്നാണ്. ഈ അറുക്കപ്പെട്ട രണ്ടാൾ ആരാണ് എന്ന് നമുക്ക് നോക്കാം. അതാരാന്ന് നോക്കാം. ഹാഫിദ് എന്നവര് പറയുന്നു അന്ന സംസമ കാലത്ത് ഇന്ദ്രസത്ത് സംസം എന്ന് പറയുന്നത് മാഞ്ഞു പോയിരുന്നു, കാണാൻ കഴിയില്ല, ആർക്കും അറിയില്ലായിരുന്നു അടയാളം. അബ്ദുൽ മുത്തലിബ് മാ ദല്ലഹു അലീഹ, എന്താണ് സംസം, എവിടെയാണ് സംസം എന്നൊരറിവ് അബ്ദുൽ മുത്തലിബിന് കിട്ടി. അപ്പൊ ഹഫറഹ, അവിടെ കുഴിച്ചു, സംസങ്ങൾ കുഴിക്കുകയാണ്. അങ്ങനെ കുഴിച്ചപ്പോ അതാ സുബഹാ ഖുറൈശ്, ഖുറൈശി കൂട്ടത്തിലെ വിഡ്ഢികൾ മൂപ്പരെ വല്ലാതെ ദ്രോഹിച്ചു. വലം ഞെക്കുല്ലുഹു ഇല്ല വലതുൽ ഹാരിസ്, അന്ന് മൂപ്പർക്ക് ഹാരിസ് എന്ന് പറയുന്ന കുട്ടി മാത്രമാണ് അബ്ദുൽ മുത്തലിബിനുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ അശറത്ത ബനീന 10 മക്കൾ, 10 ആൺകുട്ടികൾ നൽകപ്പെടുകയാണെങ്കിൽ അദ്ദേഹം തീർച്ചയാക്കി എന്ത് ലയദ്ബഹന്ന ആഖിറഹും ലില്ലാഹി, അവരിൽ അവസാനമായി ജനിക്കുന്നൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയെ ഞാൻ അറുക്കുക തന്നെ ചെയ്യും അള്ളാഹ്ക്ക് വേണ്ടി എന്നാണ്. അങ്ങനെ പോലമ്മ തമ്മോ അസറത്തൻ 10 ആൺകുട്ടികൾ ഉണ്ടായി. അങ്ങനെ സ്വപ്നത്തിൽ ആ നേർച്ച പൂർത്തിയാക്കുവാനുള്ള ഓർഡർ വരുന്നു. അങ്ങനെ വന്ന മഹാൻ ഉണരുന്നു. നേർച്ച പൂർത്തിയാക്കണമെങ്കിൽ ആൺകുട്ടിയെ പിടിച്ചറുക്കണം. കുട്ടിയെ പിടിച്ചറുക്കാതെ കമ്മീഷൻ ഒരാടിനറുത്തു. അന്നകുല ഇജുഹു, അപ്പൊ സ്വപ്നത്തിൽ വീണ്ടും കാണുകയാണ് അത് മതിയാകൂലാന്ന്. ഫദബഹ സൗറൻ, അപ്പൊ മൂപ്പര് കാളയറുത്തു. അന്നകുല ഇജുഹു, പിന്നെ സ്വപ്നം കാണുന്നു അത് മതിയാവുകയില്ലാന്ന്. അങ്ങനെ ഹാക്കഥ അത്ത അമർ അബി അഹദി ബനീഹി, അവസാന ഓർഡർ വരികയാണ് നിങ്ങളുടെ ആൺകുട്ടി ഒന്നിനറുക്കണം എന്നായി. അതായതറ നേർച്ചയാക്കിയതുപോലെ തന്നെ ചെയ്യണം എന്നാണ്. അങ്ങനെ അക്ര ബൈനകം, അപ്പൊ ഏത് ആൺകുട്ടി അറക്കണം? അപ്പൊ നറുക്കിടുകയാണ്. അപ്പൊ അബ്ദുള്ള തങ്ങൾ ഇറക്കാൻ പോതില്ല, അല്ലെങ്കിൽ അവസാനയുടെ കുട്ടി അതാണ് അതിനിറക്കണ്ടേ. അപ്പൊ ഈ മക്കൾക്കിടയിൽ അബ്ദുൽ മുത്തലിബ് നറുക്കിടുകയാണ്. അപ്പൊ ഹറജത്ത് അല അബിദില്ല, ഈ നറുക്കുകളെല്ലാം വരുന്നത് അബ്ദുള്ള തങ്ങളുടെ മേത്തേക്ക് തന്നെയാണ്. അബിഹി, അങ്ങനെ ഉപ്പര കൊണ്ടുവരുന്നു അബ്ദുള്ള തങ്ങളെ. എന്തൽ കഅബത്തി, കഅബത്തിന്റെ അടുത്ത് വെച്ച് അറക്കാൻ വേണ്ടി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അറക്കാൻ കൊണ്ടുപോയി തന്നെ കൊണ്ടുപോവുകയാണ്. പക്ഷെ നടന്നില്ല. അപ്പൊ മനാഹു സാദത്ത് ഖുറൈശ്, അപ്പൊ ഖുറൈശിലെ നേതാക്കന്മാര് അബ്ദുൽ മുത്തലിബിനെ തടഞ്ഞു, അറക്കരുത് പറഞ്ഞു. അമറുഹു, അബ്ദുൽ മുത്തലിബിനോട് അവർ കൽപ്പിക്കുകയാണ് ബി മുഷാവറത്തി കാഹിനത്തിൻ, ജ്യോത്സ്യന്മാരുമായി കൂടിയാലോചന. ആ കൂടിയാലോചന മുഷാവറയിൽ തീരുമാനമായി. അതേ പ്രകാരത്തിൽ കുട്ടിയെ തടുത്തിട്ട് പറഞ്ഞു അശാറത്ത് നമുക്കൊരു കാര്യം ചെയ്യാം, 10 ഒട്ടകം എടുക്കാം. ഒട്ടകം ഇഷ്ടം പോലെ മൂപ്പർക്ക് ഉണ്ടല്ലോ. ഒട്ടകത്തിന്റെ മുതലാളിയാണ് അബ്ദുൽ മുത്തലിബ്. ഒരു 10 ഒട്ടകം കൊടുക്കുക, അബ്ദുള്ള തങ്ങളെയും വെക്കുക. എന്നിട്ട് ഈ 2 പേർക്കിടയിൽ എന്താകുക, 10 ഒട്ടകത്തിന്റെയും അബ്ദുള്ളക്കും ഇവിടെ നറുക്കിടുകയാറുണ്ട്. അങ്ങനെ അന്നോ കുല്ലമാ ഖറജത്തുൽ ഖുർഅത്തു അലൈഹി, ഈ പറയുന്ന നറുക്കൊക്കെ അബ്ദുള്ള തങ്ങളുടെ മേലിൽ ഇങ്ങനെ പുറത്ത് വരുമ്പോ യസാദു അഷർ, പിന്നെയും 10 ഒട്ടകാക്കും. അങ്ങനെ 10 ഒട്ടകം എടുത്തിട്ട് പിന്നെ അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്ത് അവസാനം 100 ഒട്ടകെത്തി. അങ്ങനെ പലമ്മ ബലാത്ത് മിഅത്ത്, ആ ഒട്ടകം 100 എത്തിയപ്പോൾ ഖറജത്തുൽ ഖുർഅത്തു അലൈഹ, അപ്പോഴാണ് നറുക്കിട്ട് നോക്കുമ്പോ ആ നറുക്ക് ഈ 100 ഒട്ടകത്തിലേക്ക് വീണു. അങ്ങനെ വീണപ്പോൾ അപ്പൊ ആ ഒട്ടകത്തെ അറുത്തു. അങ്ങനെ ഒട്ടകത്തിന് 100 ഒട്ടകത്തെ അറുത്തു. ഈ അറിവ് നടത്തിയത് കൊണ്ടാണ് ഒലിഹാദ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പോൾ മഹാനായിരിക്കുന്ന നബിതങ്ങൾ ഈ കാരണം വെച്ചിട്ട് പറയുന്നു അനബിറുദ്ദബീഖൈൻ, ഞാൻ 2 അറുക്കപ്പെട്ട ആളുടെ മകനാണ്. ഒന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അതുവഴിയിലൂടെയുള്ള അറബി പരമ്പര, ആ പരമ്പരയിൽ വന്നതാണല്ലോ അബ്ദുള്ള തങ്ങള്. രണ്ടാമത്തത് അബ്ദുള്ള എന്നവരാണ് അറക്കാൻ തീരുമാനിച്ച് നടന്നിട്ടില്ല. അത് 2ന്റെയും മക്കളിൽപ്പെട്ട മകനാണ് ഞാൻ എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ലഭിക്കുന്ന സവിശേഷതയല്ലേ. ഇനി ഇവിടെ
ഒരു പ്രത്യേകമായി പറയാനുണ്ട്.